ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഫ്രേസൽ വേർബ്സ് ആണ്. എന്താണ് ഈ ഫ്രേസൽ വേർബ് എന്നറിയായിരിക്കുമല്ലോ. ഒരു വേർബിൻ്റെ കൂടെ ഒന്നോ അതിലധികമോ പ്രെപ്പോസിഷൻസ് അല്ലെങ്കിൽ ആഡ്വേർബ് ഒക്കെ ചേർന്ന് വരുന്നതിനെയാണ് നമ്മൾ ഈ ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു വേർബ് തന്നെയാണ്, പക്ഷേ ഇതൊരു ഫ്രേസിൻ്റെ രൂപത്തിൽ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സായി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ, അതായത് വളരെ സ്വാഭാവികമായി ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഈ ഫ്രേസൽ വേർബ്സ് പഠിച്ചേ പറ്റൂ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ റൂമിന് വെളിയിൽ നിൽക്കുന്ന ഒരാളോട് അകത്തേക്ക് വരൂ എന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പറയുക? പ്ലീസ് എൻറ്റർ ദ റൂം എന്ന് പറയുമോ, അതോ പ്ലീസ് കമിൻ എന്ന് പറയുമോ? മിക്കവാറും പ്ലീസ് കമിൻ എന്നായിരിക്കും പറയുക, അല്ലേ? ഈ കമിൻ എന്ന് പറയുന്നത് ഒരു ഫ്രേസൽ വേർബാണ്. അപ്പോൾ ഡെയിലി ലൈഫിൽ വളരെ ഇൻഫോർമലായി സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ ഈ ഫ്രേസൽ വേർബ്സ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫ്രേസൽ വേർബ്സ് നമുക്കിന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം രാവിലെ ഉണരുന്നതിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വേക്ക് അപ്പ് എന്നാണ്. ഐ യൂഷ്വലി വേക്ക് അപ്പ് ഏർലി. ഞാൻ സാധാരണ നേരത്തെ ഉണരാറുണ്ട്. പക്ഷേ വേറൊരാളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുക എന്നതിനും വേക്കപ്പ് എന്ന് തന്നെ പറയാം. നോക്കൂ, ഷീ വോക്ക് ദ കിഡ്സ് അപ്പ് അറ്റ് 6. അവൾ കുട്ടികളെ 6 മണിക്ക് ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ വോക്ക് ദ കിഡ്സ് അപ്പ് എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങളിവിടെ ഒരു വ്യത്യാസം ശ്രദ്ധിച്ചോ? ആദ്യത്തേതിൽ ഞാൻ വേക്ക് അപ്പ് എന്ന് പറഞ്ഞു, ഒരുമിച്ചാണ് വന്നത്. രണ്ടാമത്തേതിൽ വോക്ക് ദ കിഡ്സ് അപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്രേസൽ വേർബ് നമ്മൾ അവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വന്നതെന്ന് അറിയാമോ? നമ്മൾ ആദ്യം പറയുന്നത് വേക്കപ്പ് എന്നാണല്ലോ, അതായത് ഉണരുക എന്ന്. അപ്പോൾ ആരെ ഉണർന്നു, എന്തിനെ ഉണർന്നു എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ, നമുക്കവിടെ ഒരു ഉത്തരം കിട്ടില്ല, അല്ലേ? അതിനർത്ഥം ഈ വേക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസൽ വേർബിന് അവിടെ ഒരു ഒബ്ജക്റ്റ് ഇല്ല, അവിടെ ഒരു കർമ്മം വരുന്നില്ല എന്നാണ്. അപ്പോൾ ഇവിടെ വേക്കപ്പ് ഒരു ഇൻട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബാണ്. നമ്മൾ മലയാളത്തിൽ അകർമ്മക ക്രിയ എന്ന് പറയും. അങ്ങനെയുള്ള ഫ്രേസൽ വേർബ്സ് നമ്മൾ ഒരിക്കലും സ്പ്ലിറ്റ് ചെയ്ത് യൂസ് ചെയ്യില്ല. പക്ഷെ രണ്ടാമത്തേൽ നോക്കൂ, ഉണർത്തി. ആരെ ഉണർത്തി? കുട്ടികളെ ഉണർത്തി. ഉത്തരവുണ്ട്, അപ്പോൾ അവിടെ ഒരു ഓബ്ജക്റ്റ് വരുന്നുണ്ട്. ആ ഫ്രേസൽ വേർബിനെ നമ്മൾ വിളിക്കുന്നത് ട്രാൻസിറ്റീവ് ഫ്രേസൽ വേർബ് എന്നാണ്. അങ്ങനെയുള്ള ഫ്രേസൽ വേർബ്സ് ചില കേസസിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്കത് സാധിക്കും. അതുകൊണ്ടാണ് ഷീ വോക്ക് ദ കിഡ്സ് അപ്പ് എന്ന് പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് ഷീ വോക്ക് അപ്പ് ദ കിഡ്സ് എന്നും പറയാമായിരുന്നു. അതായത് ചില ട്രാൻസിറ്റീവ് വേർബ്സിൻ്റെ കേസസിൽ നമുക്ക് ഒരു ചോയ്സ് ഉണ്ട്. വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് കാണുമ്പോൾ നമുക്കിത് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം, ഈ വേക്കപ്പ് എന്നതിന് വേറെയും അർത്ഥമുണ്ട് കേട്ടോ. ഇപ്പോൾ ആരോടെങ്കിലും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കൂ എന്ന് പറയാൻ വേക്കപ്പ് എന്ന് പറയും. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയാറുണ്ട്, അവിടെ പുറകിലിരിക്കുന്നവർ ശ്രദ്ധിക്കൂ എന്ന്. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുക വേക്കപ്പ് അറ്റ് ദ ബാക്ക് ദെയർ എന്നായിരിക്കും. അതുപോലെ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ എന്ന് പറയാനും ഈ വേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട്. വേക്കപ്പ് ടു റിയാലിറ്റി എന്ന് അവിടെ പറയാം. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, ഇനി കിടക്ക വിട്ട് എണീക്കണമല്ലോ, അതിന് നമ്മൾ പറയുന്നത് ഗെറ്റ് അപ്പ് എന്നാണ്. ഇറ്റ്സ് ഹാർഡ് ടു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. രാവിലെ കിടക്ക വിട്ട് എണീക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി വേറൊരാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിക്കുക എന്നതിനും ഗെറ്റ് അപ്പ് എന്ന് പറയാം. വിൽ യു ഗെറ്റ് മീ അപ്പ് അറ്റ് 6 ടുമോറോ? നാളെ 6 മണിക്ക് എന്നൊന്ന് വിളിച്ച് എണീപ്പിക്കാമോ എന്നാണ് അർത്ഥം. ഇനി ഗെറ്റപ്പിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് എണീക്കുക എന്ന് പറയാനും ഗെറ്റപ്പ് എന്ന് യൂസ് ചെയ്യാം. ഹീ ഗോട്ട് അപ്പ് ഫ്രം ഹിസ് ചെയർ. അയാൾ കസേരയിൽ നിന്ന് എണീറ്റു. പാസ്റ്റ് ടെൻസ് ആണ് ഗോട്ട് അപ്പ് എന്ന് വന്നത്, അതുകൊണ്ടാണ്. ഇനി അടുത്തയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. മിക്കവാറും ഫ്രേസൽ വേർബ്സിനും ഒന്നിലധികം മീനിങ് കാണും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണുന്ന ഫ്രേസൽ വേർബ്സിൻ്റെ എല്ലാം ഏറ്റവും കോമൺ ആയ മീനിങ് ആണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കൂ, കോൾ ഓൺ. ഈ കോൾ എന്ന് പറയുന്ന വേർബിൻ്റെ അർത്ഥം എന്താണ്? വിളിക്കുക എന്നാണല്ലോ. അതുമായിട്ട് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന മീനിങ്ങിന് യാതൊരു ബന്ധവുമില്ല. കോൾ ഓണിൻ്റെ ഒരർത്ഥം സന്ദർശിക്കുക എന്നാണ്. അതായത് നമ്മുടെ ഫ്രണ്ട്സിനെയോ നമുക്ക് അറിയാവുന്നവരെയോ പോയി വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഐ എം പ്ലാനിങ് ടു കോൾ ഓൺ മൈ ഫ്രണ്ട്സ് ഇൻ ദി ഈവനിങ്. എൻ്റെ ഫ്രണ്ട്സിനെ വൈകുന്നേരം പോയി സന്ദർശിക്കണമെന്ന് ഞാൻ കരുതുകയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഫ്രേസൽ വേർബ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ലോജിക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇംഗ്ലീഷിൽ പൊതുവേ ഓൺ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ഓഫ് എന്ന് പറയുമ്പോൾ. പക്ഷേ കോൾ ഓൺ എന്ന് പറയുന്നതിൻ്റെ വിപരീത അർത്ഥമാണ് കോൾ ഓഫ് എന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെയല്ല. കോൾ ഓഫ് എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം റദ്ദാക്കുക, ക്യാൻസൽ ചെയ്യുക എന്നാണ്. അപ്പോൾ ദ മാച്ച് ഹാസ് ബീൻ കോൾഡ് ഓഫ് എന്ന് വെച്ചാൽ ആ മത്സരം റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ക്യാൻസൽ ചെയ്യുന്നതിന് നമ്മൾ കോൾ ഓഫ് എന്ന് പറയും, അല്ലേ? പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം നീട്ടിവെക്കുന്നതിന്, പോസ്റ്റ്പോൺ ചെയ്യുന്നതിനെ പറ്റി പറയാൻ പുട്ട് ഓഫ് എന്നാണ് പറയുക. ആ മീറ്റിംഗ് ഒരാഴ്ചത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ഓഫ് ഫോർ എ വീക്ക് എന്നാണ് അവിടെ വരിക. അല്ലെങ്കിൽ അയാൾ ഡെൻറ്റിസ്റ്റിനെ കാണുന്നത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്.
ഹി കീപ്സ് പുട്ടിങ് ഓഫ് ഗോയിങ് ടു ദ ഡെൻറ്റിസ്റ്റ് എന്ന് വരും. അപ്പോൾ പുട്ട് ഓൺ എന്താണ്? എന്തെങ്കിലും ഒന്ന് ശരീരത്തിൽ ധരിക്കുന്നതിനെ പറ്റി പറയാനാണ് നമ്മൾ പുട്ട് ഓൺ എന്ന് പറയുന്നത്. അത് നമ്മുടെ ക്ലോത്ത്സ് ആവാം, അല്ലെങ്കിൽ ഷൂസ് ആവാം, നമ്മൾ വെക്കുന്ന കണ്ണടയാവാം, അല്ലെങ്കിൽ മേക്കപ്പോ ക്രീമോ എന്തും ആവാം. അപ്പോൾ ഞാൻ ഈ കോട്ട് ഒന്നിടട്ടെ, ലെറ്റ് മീ പുട്ട് ഓൺ ദിസ് കോട്ട്. എനിക്ക് കണ്ണടയൊന്ന് വെക്കണം. ഐ നീഡ് ടു പുട്ട് മൈ ഗ്ലാസസ് ഓൺ. ഞാനിവിടെ പറഞ്ഞു കണ്ടല്ലോ, പുട്ട് മൈ ഗ്ലാസസ് ഓൺ എന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ പുട്ട് ഓൺ മൈ ഗ്ലാസസ് എന്നും പറയാമായിരുന്നു. ഇനി ഈ പുട്ട് ഓണിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. ശരീരത്തിൻ്റെയൊക്കെ ഭാരത്തെ പറ്റി പറയാനും പുട്ട് ഓൺ എന്ന് പറയും. ഹി ലുക്സ് ലൈക്ക് ഹിസ് പുട്ട് ഓൺ വെയിറ്റ്. അയാൾ കണ്ടിട്ട് ശരീരത്തിൻ്റെ വെയിറ്റ് കൂടിയതുപോലെ തോന്നുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ധരിക്കുക എന്നുള്ളതിന് പുട്ട് ഓൺ എന്ന് പറയും. അപ്പോൾ റിമൂവ് ചെയ്യുക എന്നുള്ളതിന് പുട്ട് ഓഫ് എന്നല്ല പറയുക. നമുക്കറിയാലോ പുട്ട് ഓഫ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുന്നതിനാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് റിമൂവ് ചെയ്യുക എന്ന് പറയാൻ ടേക്ക് ഓഫ് എന്ന് പറയണം. നിങ്ങൾ ആ ഷൂസ് ഒന്ന് അഴിച്ചു മാറ്റാമോ? വിൽ യു പ്ലീസ് ടേക്ക് യുവർ ഷൂസ് ഓഫ് എന്നാണ് പറയുന്നത്. ടേക്ക് ഓഫ് യുവർ ഷൂസ് എന്നും പറയായിരുന്നു. ടേക്ക് ഓഫിന് വളരെ കോമണായി യൂസ് ചെയ്യുന്ന വേറെ അർത്ഥമുണ്ട് കേട്ടോ. വിമാനമൊക്കെ പുറപ്പെടുക എന്ന് പറയില്ലേ, അതിനും ടേക്ക് ഓഫ് എന്ന് പറയുക. ദ പ്ലെയിൻ ടുക്ക് ഓഫ് ഓൺ ടൈം. വിമാനം സമയത്ത് പുറപ്പെട്ടു എന്നർത്ഥം. അതുപോലെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ നന്നായി പോവുക, വിജയകരമായി മുന്നോട്ട് പോവുക എന്ന് പറയാനും ടേക്ക് ഓഫ് എന്ന് പറയാറുണ്ട്. ഹിസ് ബിസിനസ് ഹാസ് റിയലി ടേക്കൺ ഓഫ്. അയാളുടെ ബിസിനസ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, ട്രൈ ഓൺ സംതിങ്. എന്തെങ്കിലും ഒന്ന് പാകമാണോ അല്ലെങ്കിൽ ഇഷ്ടമാകുമോ എന്നൊക്കെ അറിയാൻ ധരിച്ച് നോക്കുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ സെൻറ്റൻസ് നോക്കൂ, വൈ ഡോണ്ട് യു ട്രൈ ദ ഷൂസ് ഓൺ. ആ ഷൂസ് എന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എനിക്ക് വൈ ഡോണ്ട് യു ട്രൈ ഓൺ ദ ഷൂസ് എന്നും പറയാമായിരുന്നു. അതായത് ഈ ട്രൈ ഓൺ വേണമെങ്കിൽ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചേർത്ത് ഉപയോഗിക്കാം. പക്ഷേ അടുത്തത് നോക്കൂ, വൈ ഡോണ്ട് യു ട്രൈ ദെം ഓൺ. ഈ ഷൂസിനെ പറ്റി തന്നെയാണ് ഞാനിവിടെ പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ അവ ധരിച്ച് നോക്കാത്തതെന്ന്. അപ്പോൾ ഷൂസിന് പകരമാണ് ഞാനിവിടെ ഈ ദെം എന്ന പ്രൊനൗൺ യൂസ് ചെയ്തത്. അങ്ങനെ പ്രൊനൗൺ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഫ്രേസൽ വെർബ് ചേർത്ത് ഉപയോഗിക്കില്ല. ട്രൈ ദെം ഓൺ എന്നേ പറയുള്ളൂ. വൈ ഡോണ്ട് യു ട്രൈ ഓൺ ദെം എന്ന് ഒരിക്കലും വരില്ല. അത് പ്രത്യേകം ഓർക്കണം കേട്ടോ. ഇനി അടുത്തത്, തിരയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അതിനുവേണ്ടി ശ്രമിക്കുക എന്നൊക്കെയൊരു അർത്ഥത്തിലാണ് നമ്മൾ ലുക്ക് ഫോർ എന്ന് പറയുന്നത്. അപ്പോൾ സെർച്ച് എന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ലുക്ക് ഫോർ യൂസ് ചെയ്യാം. നോക്കൂ, ഹീ ഈസ് ലുക്കിംഗ് ഫോർ എ ന്യൂ ജോബ്. അപ്പോൾ ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണുകൊണ്ട് തിരഞ്ഞ് നടക്കുകയല്ല, അതിനു വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അടുത്തത് നോക്കൂ, ഐ എം ലുക്കിംഗ് ഫോർ മൈ ഗ്ലാസസ്. ഞാൻ എൻ്റെ കണ്ണട എവിടെയാണെന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലായല്ലോ. രണ്ട് രീതിയിലും നമുക്ക് ലുക്ക് ഫോർ എന്ന് പറയാം. ഇനി അടുത്തത് നമ്മൾ വളരെ കോമണായി യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസൽ വെർബാണ് ടേൺ ഓൺ. പക്ഷേ ഇതിന് പല അർത്ഥമുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു എക്വിപ്മെൻറ്റ്, ഒരു ഉപകരണം ഓൺ ആക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ടേൺ ഓൺ എന്ന് പറയും. അപ്പോൾ പ്ലീസ് ടേൺ ഓൺ ദ ടി വി എന്ന് വെച്ചാൽ ടി വി ഒന്ന് ഓൺ ആക്കൂ എന്നാണ് അർത്ഥം. അതെനിക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തും പറയാം. ലെറ്റ് മീ ടേൺ ദ ലൈറ്റ്സ് ഓൺ എന്ന് പറയാം. ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഇടട്ടെ. കണ്ടോ, ടേൺ ദ ലൈറ്റ്സ് ഓൺ എന്നാണ് ഇവിടെ വന്നത്. ഇവിടെ വളരെ ലോജിക്കലി ആണ് കേട്ടോ കാര്യങ്ങൾ പോകുന്നത്. ടേൺ ഓൺ എന്നത് ഓൺ ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഓഫ് ചെയ്യുക എന്നുള്ളൊരർത്ഥത്തിൽ ടേൺ ഓഫ് എന്നും പറയാം. അപ്പോൾ ടേൺ ഓഫ് ദ ലൈറ്റ് പ്ലീസ്, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ എന്നാണ് അർത്ഥം. ടേൺ ഓഫിന് പക്ഷേ വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു റോഡിൽ നിന്ന് മറ്റൊരു റോഡിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ തിരിയുക എന്നൊരർത്ഥം കിട്ടാനും ടേൺ ഓഫ് എന്ന് പറയാം. അപ്പോൾ വി നീഡ് ടു ടേൺ ഓഫ് ദ മെയിൻ റോഡ് ഹിയർ എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് വേറൊരു റോഡിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് തിരിയണം എന്നാണ് അർത്ഥം. ഇനി അടുത്തത് ടേൺ അപ്പ്. ടി വി, റേഡിയോ ഇതിൻ്റെയൊക്കെ ശബ്ദം കൂട്ടുക അല്ലെങ്കിൽ അവൻ്റെയൊക്കെ ടെമ്പറേച്ചർ, ചൂട് കൂട്ടുക എന്നൊക്കെ പറയാൻ നമുക്ക് ടേൺ അപ്പ് എന്ന് യൂസ് ചെയ്യാം. കെൻ യു ടേൺ ദ വോള്യൂം അപ്പ് എ ബിറ്റ്. ആ ശബ്ദം ഒരിത്തിരി കൂട്ടാമോ എന്നാണ് അർത്ഥം. പക്ഷേ ഈ ടേൺ അപ്പ് എന്നതിന് വളരെ കോമണായി യൂസ് ചെയ്യുന്ന വേറൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പരിപാടിക്കായി എത്തുക എന്ന അർത്ഥത്തിലും നമ്മളിത് പറയാറുണ്ട്. അപ്പോൾ സം ഓഫ് ദ ഗെസ്റ്റ് ഡിഡ്ന്റ് ടേൺ അപ്പ്. ചില അതിഥികൾ എത്തിയില്ല എന്നാണ് അർത്ഥം. മറ്റൊന്ന്, ഹി ടേൺ അപ്പ് ലേറ്റ് ആസ് യൂഷ്വൽ. എപ്പോഴത്തെയും പോലെ അയാൾ വൈകിയാണ് എത്തിയത് എന്നാണ് ഇവിടെ അർത്ഥം. അപ്പോൾ മുൻപ് നമ്മൾ കണ്ടല്ലോ, എന്തിൻ്റെയെങ്കിലും ശബ്ദമൊക്കെ കൂട്ടുക എന്നുള്ളതിന് നമ്മൾ ടേൺ അപ്പ് എന്ന് പറയും. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ടേൺ ഡൗൺ എന്ന് പറയാം. അപ്പോൾ ശബ്ദം കുറയ്ക്കാമോ എന്നാണ് ഇവിടെ അർത്ഥം. കുഡ് യു പ്ലീസ് ടേൺ ദ വോള്യൂം ഡൗൺ. ആ ശബ്ദം ഒന്ന് കുറയ്ക്കാമോ എന്നാണ് ചോദിച്ചത്. പക്ഷേ വേറൊരു അർത്ഥത്തിലും നമ്മൾ ടേൺ ഡൗൺ എന്ന് പറയാറുണ്ട്. ഒരു ഓഫറൊക്കെ വേണ്ടെന്ന് വെക്കുക, നിരസിക്കുക എന്ന് പറയാൻ ടേൺ ഡൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഹി ടേൺ ഡൗൺ ദ ജോബ് ഓഫർ. ജോലിക്ക് ആയിട്ടുള്ള ഒരു ഓഫർ അയാൾ വേണ്ട എന്ന് വെച്ചു എന്നാണ് അർത്ഥം. ഇനി അടുത്ത ഫ്രേസൽ വെർബ് ഹാങ് ഔട്ട്. ഹാങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിരിക്കുക, തൂക്കിയിടുക എന്നൊക്കെയാണല്ലോ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു അർത്ഥത്തിൽ നമുക്കിത് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ വാഷ് ചെയ്ത തുണിയൊക്കെ നമ്മൾ വിരിച്ചിടുക എന്ന് പറയില്ലേ, ആ അർത്ഥത്തിൽ നമുക്ക് ഇത് പറയാം.
ഹാവ് യു ഹങ് ദ വാഷിംഗ് ഔട്ട് എന്ന് ചോദിച്ചാൽ അലക്കിയ തുണികൾ വിരിച്ചിട്ടോ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഹാങ്ങിൻ്റെ മൂന്നാമത്തെ ഫോമായ ഹങ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഹാവ് യു ഹങ് ദ വാഷിംഗ് ഔട്ട് എന്നാണ് ചോദ്യം വന്നത്. പക്ഷേ ഹാങ് ഔട്ടിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. എവിടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക എന്ന അർത്ഥത്തിലും ഹാങ് ഔട്ട് എന്ന് പറയാം. വി യൂസ് ടു ഹാങ് ഔട്ട് അറ്റ് ദ ഷോപ്പിംഗ് മോൾസ്. ഞങ്ങൾ ഷോപ്പിംഗ് മോൾസിലൊക്കെ ഒരുപാട് സമയം ഇങ്ങനെ എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്യുമായിരുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ വാച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ വാച്ച് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കാണുക അല്ലെങ്കിൽ നോക്കി കാണുക എന്നൊക്കെയാണല്ലോ മീനിങ് വരുന്നത്. പക്ഷേ വാച്ച് ഔട്ട് എന്ന് പറഞ്ഞാൽ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു അപകടത്തെ പറ്റി മുന്നറിയിപ്പ് കൊടുക്കാൻ, അതായത് ഒരു വാർണിംഗ് കൊടുക്കാനാണ് നമ്മൾ വാച്ച് ഔട്ട് എന്ന് പറയുന്നത്. വാച്ച് ഔട്ട്, ദർ ഇസ് എ കാർ കമ്മിങ്. ഒരു കാർ വരുന്നു, ശ്രദ്ധിക്കൂ എന്നാണ് അർത്ഥം. മറ്റൊന്ന്, വാച്ച് ഔട്ട് ഫോർ ദ സ്റ്റേഴ്സ്, ദേ ആർ സ്റ്റീപ്പ്. ആ പടികൾ ശ്രദ്ധിക്കണേ, അത് കുത്തനെ ഉള്ളതാണ്. അപ്പോൾ സൂക്ഷിക്കൂ, ശ്രദ്ധിക്കൂ എന്ന് വാൺ ചെയ്യാനാണ് ഇവിടെയും നമ്മൾ വാച്ച് ഔട്ട് എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് പാസ് ഔട്ട്. ഒരുപാട് പേർക്ക് സംശയമുള്ളൊരു ഫ്രേസൽ വേർബാണിത്. ഇതിൻ്റെ അർത്ഥം ബോധം കെടുക അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാവുക എന്നാണ്. നോക്കൂ, ദി ഓൾഡ് ലേഡി പാസ്ഡ് ഔട്ട് ഫ്രം ദ ഹീറ്റ്. വൃദ്ധയായ ആ സ്ത്രീക്ക് ചൂട് കാരണം ബോധക്ഷയം ഉണ്ടായി എന്നാണ് അർത്ഥം. പിന്നെ മറ്റൊരർത്ഥമുള്ളത് ഈ മിലിറ്ററി കോളേജസിൽ നിന്നൊക്കെ കോഴ്സ് കഴിഞ്ഞ് പാസ്സായി പോവുക എന്നാണ്. അപ്പോൾ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് അങ്ങനെ ഒരു മീനിങ് ഉള്ളത്. പക്ഷേ പൊതുവേ നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഏത് കോഴ്സും കഴിഞ്ഞ് പാസ്സായി ഒരു കോളേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോകുന്നതിന് പാസ് ഔട്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ഇന്ത്യൻ ഇംഗ്ലീഷിൽ മാത്രമാണ് കാണാറുള്ളത് കേട്ടോ. ഇനി അടുത്തതും ഒന്നിലധികം മീനിങ് ഉള്ള ഒരു ഫ്രേസൽ വേർബാണ് ഗിവ് അപ്പ്. ഇതിലൊരർത്ഥം പരാജയം സമ്മതിക്കുക എന്നാണ്. ഇപ്പോൾ ആരെങ്കിലും നമ്മളോടൊരു കടങ്കഥ, ഒരു റിഡിൽ ചോദിച്ചു എന്നിരിക്കട്ടെ, നമുക്കതിൻ്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഞാൻ തോറ്റു, ഇനി നീ ഉത്തരം പറയൂ എന്നല്ലേ. അവിടെ നമ്മൾ പറയും ഐ ഗിവ് അപ്പ്, നൗ ടെൽ മീ ദി ആൻസർ എന്ന്. മറ്റൊരർത്ഥം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നിർത്തുക എന്നാണ്. ഐ ഹവ് ഗിവൺ അപ്പ് ട്രൈങ് ടു കൺവിൻസ് ഹർ. അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഞാൻ ഉപേക്ഷിച്ചു എന്നർത്ഥം. പിന്നെ എന്തെങ്കിലും ഒരു ദുശീലമൊക്കെ വേണ്ടാന്ന് വെക്കുക, ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലും ടു ഗിവ് അപ്പ് എന്ന് പറയാറുണ്ട്. ദ ഡോക്ടേഴ്സ് അഡ്വൈസ്ഡ് ഹിം ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. പുകവലി ഉപേക്ഷിക്കണമെന്ന് ഡോക്ടേഴ്സ് അയാളെ ഉപദേശിച്ചു എന്നാണ് അർത്ഥം. ഗിവിൻ്റെ തന്നെ മറ്റൊരു ഫ്രേസൽ വേർബാണ് ഈ കാണുന്നത്, ഗിവിൻ. ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു സമ്മർദ്ദത്തിന് വഴങ്ങുക എന്നാണ്. നോക്കൂ, ഹി കെപ്റ്റ് ആസ്കിങ് ഫോർ മണി ആൻഡ് ഇവൻച്വലി ഐ ഗേവ് ഇൻ. അയാൾ പണത്തിന് വേണ്ടി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു, അവസാനം ഞാൻ ആ സമ്മർദ്ദത്തിന് വഴങ്ങി, പണം കൊടുത്തു എന്നർത്ഥം. പക്ഷേ ഗിവ് ഇൻ എന്നതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യുക, ഹാൻഡ് ഇൻ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിലും ഗിവ് ഇൻ എന്ന് യൂസ് ചെയ്യാം. നീ ആ എസ്സേ സബ്മിറ്റ് ചെയ്തോ എന്ന് ചോദിക്കാൻ ഹാവ് യു ഗിവൺ ദാറ്റ് എസ്സേ ഇൻ യെറ്റ് എന്നാണ് ചോദിക്കുക. ഇനി അടുത്തത് റൺ ഔട്ട് ഓഫ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഈ ഓഫ് ഇല്ലാതെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് എന്തെങ്കിലും ഒന്ന് തീർന്നു പോവുക എന്നാണ്. അപ്പോൾ നമ്മുടെ സമയം തീർന്നിരിക്കുന്നു എന്ന് പറയാൻ വി ഹവ് റൺ ഔട്ട് ഓഫ് ടൈം എന്ന് പറയാം. ഇനി സമയം തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ടൈം ഈസ് റണ്ണിങ് ഔട്ട് എന്നും പറയാം. ഇനി മറ്റൊരു എക്സാമ്പിൾ, ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ് പഞ്ചസാര ഇരിപ്പുണ്ടോ എന്ന്. ഡു യു ഹാവ് എനി ഷുഗർ എന്നാണ് ചോദ്യം. അവിടെ നമുക്ക് പറയേണ്ടത് ഷുഗർ തീർന്നു പോയി എന്നാണെങ്കിൽ സോറി ഐ ഹവ് റൺ ഔട്ട് എന്ന് പറയാം. കണ്ടോ, അവിടെ ഐ ഹവ് റൺ ഔട്ട് ഓഫ് ഷുഗർ എന്ന് കംപ്ലീറ്റ് പറയണമെന്നില്ല, ഐ ഹവ് റൺ ഔട്ട് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇനി ഈ റൺ ഉപയോഗിച്ചുള്ള മറ്റൊരു ഫ്രേസൽ വേർബാണ് ഈ കാണുന്നത്, റൺ ഇൻ ടു സംബഡി അല്ലെങ്കിൽ ബംപ് ഇൻ ടു സംബഡി എന്നും പറയാം. ആരെയെങ്കിലും അവിചാരിതമായി ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടുന്നതിനാണ് നമ്മൾ ഈ റൺ ഇൻ ടു സംബഡി എന്ന് പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാനിന്ന് ആരെയാണ് കണ്ടുമുട്ടിയെന്ന് ഗെസ് ചെയ്യാമോ? ഗെസ് ഹൂ ഐ റാൻ ഇൻ ടു ടുഡേ എന്നാണ് ചോദ്യം. ഇന്നലെ ഞാൻ എൻ്റെ പഴയ സുഹൃത്തിനെ അവിചാരിതമായി കണ്ടുമുട്ടി. യെസ്റ്റർഡേ ഐ റാൻ ഇൻ ടു മൈ ഓൾഡ് ഫ്രണ്ട് എന്ന് പറയും. വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ള മറ്റൊരു ഫ്രേസൽ വേർബാണ് അടുത്തത്, ത്രോ അപ്പ്. നമ്മൾ വൊമിറ്റ് ചെയ്യുക എന്ന് പറയുമല്ലോ, ഛർദ്ദിക്കുക എന്ന്. അതിന് പകരം നമുക്ക് ഈ ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. ത്രോ അപ്പ് എന്ന് വെച്ചാൽ ഛർദ്ദിക്കുക എന്നാണ് അർത്ഥം. ദ സ്മെൽ ഓഫ് പെട്രോൾ മെയ്ഡ് മീ വോണ്ട് ടു ത്രോ അപ്പ്. പെട്രോളിൻ്റെ മണം കേട്ടിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ തോന്നി എന്നാണ് പറയുന്നത്. അടുത്തത് നോക്കൂ, പിക്കപ്പ്. ഈ പിക്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എടുക്കുക, പെറുക്കുക എന്നൊക്കെയാണല്ലോ അർത്ഥം. പിക്കപ്പ് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് എടുക്കുക എന്നൊരു അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന അർത്ഥം അതല്ല. അയാൾ നിൽക്കുന്ന ഇടത്ത് ചെന്ന് നമ്മുടെ വണ്ടിയിൽ കയറ്റി കളക്ട് ചെയ്യുക, അവിടെ നിന്ന് അയാളെ വിളിച്ചുകൊണ്ട് വരിക എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ പിക്കപ്പ് എന്ന് യൂസ് ചെയ്യുന്നത്. ഐ പിക്ക് യു അപ്പ് അറ്റ് 5. നിന്നെ ഞാൻ 5 മണിക്ക് വന്ന് കളക്ട് ചെയ്യാം, പിക്കപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത്. പിക്കപ്പിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ഫോണൊക്കെ ആൻസർ ചെയ്യുക എന്നുള്ളതിന് പിക്കപ്പ് എന്ന് പറയും. വിൽ യു പിക്കപ്പ് ദ ഫോൺ പ്ലീസ്, ആ ഫോണൊന്ന് എടുക്കാമോ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പിക്കപ്പിൻ്റെ ഏകദേശം ഓപ്പോസിറ്റായിട്ട് വരും ഡ്രോപ്പ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരാളെ അയാൾക്ക് വേണ്ടുന്ന ഒരിടത്ത് നമ്മൾ കൊണ്ടുചെന്ന് ഇറക്കി കൊടുക്കുക എന്നാണ്. ഐ വിൽ ഡ്രോപ്പ് യു ഓഫ് ഓൺ മൈ വേ ഹോം. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴി നിന്നെ അവിടെ ഇറക്കി വിടാം എന്നാണ് ഉദ്ദേശിക്കുന്നത്.
ഡ്രോപ്പ് ഓഫിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഉറങ്ങിപ്പോവുക എന്നൊരർത്ഥത്തിലും നമുക്ക് ഈ ഫ്രേസൽ വേർബ് യൂസ് ചെയ്യാം. ഐ ഡ്രോപ്ഡ് ഓഫ് ആൻഡ് മിസ്ഡ് ദി എൻഡ് ഓഫ് ദ മൂവി. ഞാൻ അവസാനം ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ആ മൂവിയുടെ അവസാനം കാണാൻ പറ്റിയില്ല എന്നാണ് അർത്ഥം. ലെറ്റ് സംബഡി ഡൗൺ, ഒരാളെ നിരാശപ്പെടുത്തുക എന്നാണ് ഈ ഫ്രേസൽ വേർബിൻ്റെ അർത്ഥം. ഐ ഹോപ്പ് യു വോണ്ട് ലെറ്റ് മീ ഡൗൺ, നീ എന്നെ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം. ഇനി മറ്റൊന്ന് നോക്കൂ. ദിസ് കാർ വോണ്ട് ലെറ്റ് യു ഡൗൺ, ഈ കാറ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നമ്മളൊരു കാറ് വാങ്ങാൻ ചെല്ലുമ്പോൾ പലപ്പോഴും ഇത് കേൾക്കാം. ഈ കാറ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ദിസ് കാർ വോണ്ട് ലെറ്റ് യു ഡൗൺ. നമ്മൾ ഇന്നത്തെ ലെസൺ തുടങ്ങിയത് രാവിലെ ഉണരുന്നതിനെ പറ്റി പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ? ഓർമ്മയുണ്ടല്ലോ, വേക്കപ്പ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഫ്രേസൽ വേർബ്. അപ്പോൾ ഇന്നത്തെ ലെസൺ ഏതായാലും ഉറക്കത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഫ്രേസൽ വേർബാണ് ഈ കാണുന്നത്, സ്ലീപ്പിൻ. ഇവിടെ നമ്മൾ അർത്ഥമാക്കുന്നത് സാധാരണ നമ്മൾ ഉണരുന്ന സമയത്ത് ഉണരാതെ കൂടുതൽ സമയം കിടന്നുറങ്ങുക എന്നാണ്. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഈ ഉറങ്ങുന്നത്, അറിയാതെ ഉറങ്ങിപ്പോകുന്നതല്ല. അപ്പോൾ എക്സാമ്പിൾ നോക്കൂ. ഐ യൂഷ്വലി സ്ലീപ്പ് ഇൻ ഓൺ സൺഡേസ്, ഞാൻ ഞായറാഴ്ചകളിൽ കൂടുതൽ സമയം കിടന്നുറങ്ങാറുണ്ട് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ട ഫ്രേസൽ വേർബ്സ് എല്ലാം പലതവണ ആവർത്തിച്ച് നോക്കുക, പലതവണ ഇത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമുക്കത് സാധാരണ സംഭാഷണങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. ബൈ.